എന്തോ കണ്ടുപിടിച്ച മുല്ലക്കുട്ടി? എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ്. എന്തുവാ? മാഗ്നറ്റില്ലേ, ഇതെടുത്ത് മണ്ണിന്റെ അവിടെയൊക്കെ ഉരച്ചു നോക്കിയാലേ ഇതേപോലെ കിട്ടുമെന്ന്. ഞാൻ ഇത് എടുത്ത് നോക്കിയപ്പോ ഉണ്ട് അളാത്ത കാന്തം കിട്ടി. ക്യാമറയിൽ എന്തുമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞും കൂടെ. അതാണ്ട് ഒട്ടണ ഉണ്ടോ? അത് വെറും കല്ലല്ലേ, മുറ്റത്തടന്ന കല്ല്. അപ്പൊ അതിനകത്ത് ഇതുണ്ട്, മാഗ്നറ്റ് ഉണ്ടോ? ആ ഉണ്ട്. ഇത് ഉരുക്കി ഒരിച്ചാ മതി. എന്റെ ഇത് കൊറേ ഉണ്ട്, കാണിച്ചു തരാം. ബോക്സിലിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇതെല്ലാം കല്ല് പറക്കിക്കൊണ്ട് വന്നേക്കുവാണ്. പറക്കിക്കൊണ്ട് വന്നേല്ല, ഒരിച്ചോണ്ട് വന്നേ. ഇതെന്ത് ചെയ്യും? മണ്ണിൽ കൊണ്ടുവന്നിടുവോ? ഉരുക്കും. അല്ല, നീ എന്താ ചെയ്തത്? ഇതെങ്ങനെ കണ്ടുപിടിച്ച്? ഇതാ മണ്ണിലോ മാഗ്നറ്റ് എടുത്തിട്ട് മണ്ണിലോട്ട് ഒരച്ചാ മതിയാവും. അപ്പൊ അതില് പറ്റുന്നത് എടുക്കും. അതേപോലെ ഇതെല്ലാം അതാണാ? യെസ്. അയ്യേ, ഇതെല്ലാം ശേഖരിച്ച് വെച്ചിരിക്കാണ്. നോക്കട്ടെ. പാടാണ്, പിന്നെ ഞാൻ തന്നെ ചെയ്യണം. എന്നാണ് ഉദ്ദേശിച്ചത്. ഇതെല്ലാതാണല്ലേ? യെസ്. പൂ വിരിഞ്ഞ കണക്കായി. ഇതാണ് നേരം വെടുത്താലുള്ള പണികൾ. മഴയായോണ്ട് ചെയ്യാൻ പറ്റിയില്ലേ. ഇപ്പൊ മഴയൊക്കെ ഒന്ന് ഇല്ലാതായപ്പോഴാണ് ചെയ്തത്. മുസ്ലിക്കുട്ടി, ഇക്ക പറഞ്ഞാ വാ. എന്തരാണ് മുസ്ലിക്കുട്ടി പറഞ്ഞതേ? എന്തായിരുന്നാണ് മാഗ്നറ്റ് കല്ലൊട്ടിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മാഗ്നറ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ കല്ലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ മാഗ്നറ്റ് സാധാരണ എന്തിനാ ഒട്ടുന്നത്? ആ, അയണിൽ. അപ്പം ഈ കല്ലുകളിൽ കുറേ അയണിൻ്റെ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഈ കല്ലുകളെല്ലാം ഈ മാഗ്നറ്റിൽ ഒട്ടുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എന്തായിരുന്നു? ഇതിനകത്ത് അയണിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഒട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ മുസ്ലിക്കുട്ടി പറഞ്ഞില്ലേ കല്ലിനകത്താണ് മാഗ്നറ്റ് ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ഈ കല്ലിനകത്ത് മാഗ്നറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ശരിക്കും മാഗ്നറ്റ് അല്ല. പിന്നെന്തുകൊണ്ടോ ഒട്ടുന്നത് അറിയാവോ? പിന്നെന്തുകൊണ്ടോ ഒട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലില്ലേ, ഈ വലിയ വലിയ കല്ലുകൾ ഇതിങ്ങനെ തറയിൽ കിടക്കുമല്ലേ. ഈ തറയിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ ചവിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഉരഞ്ഞിട്ട് ഇതിനകത്തൊരു ചാർജ് ഉണ്ടാവും. നമ്മുടെ ബാറ്ററിയിലൊക്കെ ഉണ്ടാവില്ലേ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ്, അതുപോലെ ഇതിനകത്തൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഈ കുഞ്ഞു മണ്ണില്ലേ, ഇതായി കിടക്കുന്ന കുഞ്ഞു മണ്ണുകൾ, ഈ കുഞ്ഞു മണ്ണുകളിൽ എന്തെങ്കിലും കാണും, നെഗറ്റീവ് ചാർജും കാണും. അതുകൊണ്ടാണ് തമ്മി ഒട്ടിപ്പിടിക്കുന്നത്. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? എന്നെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എത്രയാണ്? ഇതൊക്കെ പഠിക്കും മുസ്ലിക്കുട്ടി, വലുതാകുമ്പോൾ ഇതൊക്കെ പഠിക്കും. ഈ കല്ലിനകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, ഇതിനകത്ത് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒട്ടും കേട്ടോ. അങ്ങനെ ഒട്ടുന്നത് എന്തുകൊണ്ടാണ്? അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എന്തിനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? എല്ലാവരും മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്തിനാണ്? എന്തുണ്ട് കല്ലില്? ചാർജ് ഉണ്ട്. എന്ത് ചാർജ്? പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ്? വലിയ കല്ലിലുള്ളത് പോസിറ്റീവ് ചാർജ്. ഇതിനകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ടാവും തറയിൽ കിടന്നിട്ട്. ഈ കുഞ്ഞു മണ്ണുകളിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഈ വലിയ കല്ലുകളിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവൂലേ, പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ? അല്ല, നമ്മളൊരു ആറ്റം എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും.
അതായത് ഒരേ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ഒരേ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ്. നമ്മൾ ഈ ഉരയ്ക്കുന്ന സമയത്ത് ഇതിനകത്തോട്ട് ഇത് ചെന്നിട്ട് ഈ പോസിറ്റീവ് ചാർജ് കൂടും. ആ നെഗറ്റീവ് ചാർജ് പുറത്തോട്ടും പോയിട്ട് പോസിറ്റീവ് ചാർജിന്റെ എണ്ണം കൂടും, നെഗറ്റീവ് ചാർജിന്റെ എണ്ണം കുറയും. അങ്ങനെയാണ് അത് പോസിറ്റീവ് ആവുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കല്ലുകളിൽ നെഗറ്റീവ് ചാർജ് തീരെ കുറയുകയും ചെയ്യും, പോസിറ്റീവ് ചാർജ് കൂടുകയും ചെയ്യും. അപ്പൊ ഈ അവനെടുത്ത ആ കുഞ്ഞു കല്ലുകളിൽ നെഗറ്റീവ് ചാർജ് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. കുഞ്ഞു കല്ലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണില് ആ കുഞ്ഞു മണ്ണ് കണക്കാത്ത പാർട്ടിക്കൽ, കുഞ്ഞു പാർട്ടിക്കലിനകത്ത് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ